വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ചതിൽ കോൺഗ്രസിൽ ഭിന്നസ്വരം. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ അതൃപ്തി പരസ്യമാക്കി കെ.സി. വേണുഗോപാൽ രംഗത്തെത്തി. ആശങ്ക ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്നും നയപരമായ കാര്യങ്ങളിൽ കൂടിയാലോചന വേണമെന്നും കെ.സി. വേണുഗോപാൽ തുറന്നടിച്ചു. ബജറ്റ് പ്രഖ്യാപനം അറിഞ്ഞത് മുഖ്യമന്ത്രി മാത്രമെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. ഈ വളരെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ കേട്ട് നമുക്ക് ആദ്യം തുടങ്ങാം. നയത്തിന്റെ കാര്യത്തിലായാലും ധാതുമണലിന്റെ കാര്യത്തിലായാലും ചില ആശങ്കകൾ വരുന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം ആശങ്കകൾ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. ഒരു പോളിസി ഡിസിഷൻസ് ഏതായാലും സംസ്ഥാനത്തെ ബാധിക്കുന്ന ഗവൺമെന്റ് തീരുമാനങ്ങളിലെ നയപരമായ തീരുമാനങ്ങളിൽ പാർട്ടിക്കകത്തും ചർച്ചയുണ്ടാവും. സർക്കാർ നല്ല ഉദ്ദേശത്തോട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ആ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല ഉദ്ദേശത്തോട് ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് സ്വീകാര്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് മാത്രമല്ല, തീരദേശത്തുള്ള എല്ലാ കാര്യങ്ങളിലും മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ടവരുമായിട്ടുള്ള ആശയവിനിമയം നടത്തി മത്സ്യത്തൊഴിലാളി സംഘടനകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്ഥാനങ്ങൾ ഒക്കെയായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ട് വേണം പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ. ബഡ്ജറ്റിലെ ടാക്സേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ആകെ അറിയുന്ന ധനകാര്യമന്ത്രിക്കും അതോടൊപ്പം മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്കുമാണ്. ഇവിടെ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രി ഒരാളാണ്. അപ്പോൾ ടാക്സുകൾ കുറയ്ക്കുന്നതും കൂട്ടുന്നതുമൊക്കെ അത് രഹസ്യമാണ്. ബഡ്ജറ്റ് രഹസ്യമാണ്. അത് പുറത്തു പറഞ്ഞാൽ ബഡ്ജറ്റ് ലീക്കാണ്. അപ്പോൾ അതുണ്ടാകാൻ പാടില്ല. പിന്നെ ഏതെങ്കിലും തരത്തിൽ ഇനിയും മാറ്റം വരുത്തണമെങ്കിൽ ചർച്ചകളുണ്ടല്ലോ. ചർച്ച ചെയ്ത് ബഡ്ജറ്റ് ചർച്ചാ വേളയിൽ ആളുകൾ ഉന്നയിക്കുന്നതനുസരിച്ച് അക്കാര്യത്തിൽ ഗവൺമെന്റ് തീരുമാനിക്കാം. അല്ല, ഞാൻ ഒരു മദ്യത്തിനും മാർക്കറ്റ് വരുന്നതിന് അനുകൂലമല്ല. കൂടിയാലോചനയില്ലാതെ മുഖ്യമന്ത്രി തീരുമാനം പ്രഖ്യാപിച്ചതിൽ എക്സൈസ് മന്ത്രി എം ലിജുവിനും കടുത്ത അതൃപ്തിയുണ്ട്. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പ്രതിഷേധം അറിയിക്കാനാണ് അദ്ദേഹത്തിന്റെയും തീരുമാനം. വിശദവിവരങ്ങളുമായി റോഷിബാലും മനീഷ് മഹിബാലും ചേരുന്നു. ആദ്യം മനീഷ് മഹിബാലിലേക്കാണ്. ആദ്യം നമുക്ക് റോഷിബാലിൽ നിന്ന് തുടങ്ങാം, വിശദമായി തുടങ്ങാം. റോഷിബാൽ, പാർട്ടിക്കകത്ത്, മുന്നണിക്കകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭിന്നതയാണെന്ന് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. നമ്മൾ പ്രധാനപ്പെട്ട നേതാക്കളുടെ എല്ലാം വാക്കുകൾ കേട്ടുകഴിഞ്ഞു. ഇത് ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് ഇതിലൊരു പോളിസി ഉണ്ട്. പക്ഷേ ആ പോളിസിക്കപ്പുറത്ത് ക്യാബിനറ്റ് അറിയാതെ, വകുപ്പ് മന്ത്രി അറിയാതെ, മറ്റു മന്ത്രിമാർ അറിയാതെ മുഖ്യമന്ത്രി എടുത്തൊരു തീരുമാനം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ വീണ്ടും ഒരു അതൃപ്തി. അത് പൊതിഞ്ഞു വെച്ചുകൊണ്ടാണെങ്കിലും പരസ്യമായി കഴിഞ്ഞു. ഇതിപ്പോ എല്ലാവർക്കും പരസ്യമായി തന്നെ വിമർശനങ്ങളിലേക്ക്, കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണ്. കോൺഗ്രസിനകത്ത് ഭിന്നതയാണോ റോഷിബാൽ? റോഷി, അങ്ങനെയാണ്. കാരണം മദ്യനയവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം സർക്കാർ എടുക്കുമ്പോൾ അത് എല്ലാ കാലത്തും അത് കോൺഗ്രസ് നേതൃത്വം വിശദമായി പരിശോധിക്കും. ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. കാരണം നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആ സർക്കാരിനെ പിടിച്ചുലച്ചത് അത് ബാർക്കോഴയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളായിരുന്നു. ഒരു മദ്യനയം അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അത് വിശദമായി പാർട്ടി ഫോറങ്ങളിൽ ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനം. പക്ഷേ ഈ തവണ എക്സൈസ് മന്ത്രി എം ലിജു അറിയാതെ മദ്യത്തിന്റെ, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി നിശ്ചയിക്കുന്ന സാഹചര്യമുണ്ടായി. അതിലുള്ള കടുത്ത അതൃപ്തി ലിജുവിനുണ്ട്. മാത്രവുമല്ല, അങ്ങനെ ആ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച് നിശ്ചയിക്കുമ്പോൾ അത് മദ്യവ്യാപനത്തിന് വഴിയൊരുക്കും എന്ന വിലയിരുത്തലാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് എല്ലാവർക്കും ഉള്ളത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മുൻ KPC അധ്യക്ഷൻ VM സുധീരൻ ഇത് സംബന്ധിച്ച് പുനഃപരിശോധന ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശന് കത്ത് നൽകിയത്. കാരണം ഈ വീര്യം കുറഞ്ഞ മദ്യം നൽകിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികളും യുവാക്കളും അടക്കം മദ്യം കഴിക്കാത്തവർ പോലും അത് കഴിച്ച് പതുക്കെ മദ്യപാനികളായി മാറുമെന്ന ആശങ്കയാണ് പൊതുവിടത്തിൽ ഉയർന്നത്. മാത്രവുമല്ല, സഭകളുടെ കടുത്ത എതിർപ്പുമുണ്ട്. ഈ സാഹചര്യത്തിൽ തന്നെ കോൺഗ്രസിനകത്ത് ശക്തമായ വികാരം ആ തീരുമാനത്തിനെതിരെ ഉയർന്നു കഴിഞ്ഞു. അത് കെ.സി. വേണുഗോപാൽ തന്നെ തന്റെ ഒരു പ്രതിഷേധത്തിന്റെ സൂചനകൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട്. കാരണം കോൺഗ്രസ് മദ്യനയം തീരുമാനിക്കുമ്പോൾ എന്തുകൊണ്ട് അത് പാർട്ടി ഫോറത്തിൽ, പാർട്ടി വേദിയിൽ ചർച്ച ചെയ്തില്ല എന്നൊരു ചോദ്യമാണ് അവിടെ ഉയരുന്നത്. എന്തുകൊണ്ടത് എക്സൈസ് മന്ത്രിയെ അറിയിച്ചില്ല? ബജറ്റിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ ആ വകുപ്പ് മന്ത്രിയെ അറിയിക്കാത്തതിന്റെ കാരണം എന്താണ് എന്നൊരു ചോദ്യമുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ലിജു മുഖ്യമന്ത്രിയെ കാണാൻ തയ്യാറെടുക്കുന്നത്. കടുത്ത പ്രതിഷേധം അറിയിക്കാനുള്ള തയ്യാറെടുപ്പ് ലിജുവിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കാരണം എക്സൈസ് വകുപ്പിലെ ഏറ്റവും സുപ്രധാനമായ തീരുമാനമാണ്. കാരണം ഈ വീര്യം കുറഞ്ഞ മദ്യമടക്കം എല്ലാ മദ്യങ്ങളും അതിന്റെ വ്യാപനം തടയുക എന്നതാണ് UDFന്റെ സുപ്രധാനമായ ലക്ഷ്യം. പതുക്കെ മദ്യമുക്തമായ ഒരു കേരളം എന്ന ഒരു നിലപാട് കോൺഗ്രസിന് നേരത്തെ തന്നെ ഉള്ളതാണ്. അത് VM സുധീരനാകട്ടെ, കോൺഗ്രസിന്റെ മുൻ നേതാക്കൾ, മുൻ KPC അധ്യക്ഷന്മാരൊക്കെ സമാനമായ നിലപാട് സ്വീകരിച്ചു. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് KPC അധ്യക്ഷനായിരുന്ന VM സുധീരനാണ് ഇക്കാര്യത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ തവണയും മദ്യ നയവുമായി ബന്ധപ്പെട്ട
ഇളവ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അതിനെതിരെ ആദ്യം ശബ്ദിക്കാൻ വി എം സുധീരൻ തയ്യാറെടുത്തത്. ഏതായാലും ഇത് കോൺഗ്രസിനകത്ത് വലിയ ഭിന്നതയ്ക്ക് വഴിയൊരുക്കി കഴിഞ്ഞു. എതിർ ശബ്ദങ്ങൾ അത് പരസ്യമായി തുടങ്ങി. ഇനി എം ലിജു മുഖ്യമന്ത്രിയെ കണ്ടു കഴിഞ്ഞാൽ അതിനുശേഷം മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനം ആയിരിക്കും പിന്നീട് മറ്റ് നേതാക്കളുടെ നിലപാട് അറിയാൻ കഴിയുക. മറ്റ് നേതാക്കൾ പരസ്യമായ രംഗത്തിറങ്ങിയാൽ അത് സർക്കാരിനെ വെട്ടിലാക്കും. മുഖ്യമന്ത്രി വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് എത്തുകയും ചെയ്യും. യെസ്, അതാണ് ഇതിലിപ്പോൾ വി എം സുധീരന്റെയോ രമേശ് ചെന്നിത്തലയുടെയോ മാത്രമല്ല സംഘടനാകാര്യ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പോലും അതൃപ്തി പരസ്യമാക്കിയിരിക്കുകയാണ്. മനീഷ് മഹിപാൽ ചേരുന്നു. മനീഷ്, പുതിയ സർക്കാരാണ് വന്നിട്ട് കുറച്ചു കാലമേ ആയുള്ളൂ എന്നൊക്കെ KC പറയുന്നുണ്ട്. തിരുത്തണമെങ്കിൽ തിരുത്താം, പക്ഷേ ഇത് ബജറ്റിൽ നിർദ്ദേശമായി വന്നതിന് ശേഷം ഇനിയൊരു ചർച്ച അതാണോ ഉണ്ടാവേണ്ടത്? ഇത് നേരത്തെ ഉണ്ടാവേണ്ട ചർച്ചയല്ലേ എന്നുള്ളതല്ലേ ചോദ്യം. കാരണം കോൺഗ്രസിനും UDF-നും ഒക്കെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒരു പോളിസിയുണ്ട്. അത് പാർട്ടി കൂടിയാലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണെന്ന് KC പറഞ്ഞു വെക്കുന്നുണ്ട് വളരെ വ്യക്തമായി. പക്ഷെ മുഖ്യമന്ത്രിക്ക് മാത്രം എങ്ങനെ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞു? റോഷ്നി, ആശങ്കയുണ്ടെങ്കിൽ അത് ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട് എന്ന ഒരു പ്രതികരണം മാത്രമല്ല ഇവിടെ KC വേണുഗോപാൽ പറയുന്നത്. സംഘടനകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ ഒരു ചെക്കാണ് മുന്നോട്ട് വെക്കുന്നത്. അതായത് വലിയ മുന്നറിയിപ്പാണ്, വലിയ ആ രീതിയിലൊരു താക്കീത് കൂടിയാണ് മുഖ്യമന്ത്രി VD സതീശൻ നൽകുന്നത്. ദേശീയ തലത്തിലും കേരളത്തിലും പാർട്ടിക്ക് ഓരോ നിലപാടുകളുണ്ട്. നയപരമായ കാര്യങ്ങളിൽ കൂടിയാലോചനയുണ്ട്. അത് പാർട്ടി ഫോറങ്ങളിൽ ചർച്ച ചെയ്ത ശേഷം മാത്രം എടുക്കുന്ന മുൻ പാരമ്പര്യം, മുൻ ചരിത്രമാണ് പാർട്ടിക്കുള്ളത്. അതല്ലാത്ത രീതികൾ പിന്തുടരാൻ സാധിക്കില്ല എന്ന വ്യക്തമായ മുന്നറിയിപ്പ് ഇവിടെ സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഒരു താക്കീതായി തന്നെ മുന്നോട്ട് വെക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മദ്യത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, ധാതു സംസ്കരണത്തിൽ പോലും, അതായത് നേരത്തെ KC വേണുഗോപാൽ അടക്കം ആലപ്പുഴ ജില്ലയിലെ കരിമണൽ ഖനന വിഷയത്തിലടക്കം അത് മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാക്കുന്ന കെണിയാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ ടാക്സ് കുറയ്ക്കുന്ന വിഷയങ്ങൾ അടക്കത്തിലൂടെ ഇത്തരം വിഷയങ്ങൾ VD സതീശൻ മുന്നോട്ട് വെക്കുമ്പോൾ അത് ഒരു തരത്തിൽ പാർട്ടിയിലോ മന്ത്രിസഭയിലോ ചർച്ചയായില്ലതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ വിഷയത്തിൽ KPCC അധ്യക്ഷനോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയോ VD സതീശനിലെ മന്ത്രിസഭയിൽ നിന്ന് ആരുടെയും പിന്തുണ നിലവിൽ VD സതീശന് ലഭിക്കുന്നില്ല. പ്രത്യേകിച്ച് മന്ത്രിസഭയിലടക്കം വലിയ പ്രാതിനിധ്യമുള്ള അല്ലെങ്കിൽ വലിയ സ്വാധീനമുള്ള KC വേണുഗോപാൽ അടക്കം ഈ വിഷയത്തിൽ VD സതീശനെതിരെ പരസ്യമായി തന്നെ നിലപാടറിയിക്കുകയാണ്. ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ്. പാർട്ടി നയപരമായ കാര്യങ്ങളിൽ പാർട്ടി ഫോറങ്ങളിലോ മുന്നണിയിലോ ദേശീയ തലത്തിലെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അത് കേരളത്തിലെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തന്നെ ദേശീയ തലത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങളാണ്. മദ്യ വിഷയത്തിലടക്കം രാഹുൽ ഗാന്ധി എടുക്കുന്ന, ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനങ്ങൾക്കൊപ്പം നിന്നാൽ മതി എന്നത് കൂടിയുള്ള മുന്നറിയിപ്പാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹൈക്കമാൻഡിന്റെ കൂടി ഭാഗമായിട്ടുള്ള KC വേണുഗോപാൽ ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെക്കുമ്പോൾ ഇനി ഇപ്പോഴിതാ എക്സൈസ് വകുപ്പ് മന്ത്രി M ലിജു വരുന്ന മണിക്കൂറുകളിൽ VD സതീശനെ നേരിട്ട് കണ്ട് സന്ദർശിച്ച് ഈ വിഷയത്തിൽ ഉള്ള ആശയങ്ങൾ അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലെ വിഷയം ചർച്ച ചെയ്യും. അങ്ങനെയെങ്കിൽ VD സതീശൻ എന്ത് നിലപാട് സ്വീകരിക്കും? ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ കുറഞ്ഞ, അതായത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നത് പ്രഖ്യാപിച്ചതാണ്. അത് നയപരമായി അത് സാമ്പത്തിക വകുപ്പിന്റെ അല്ലെങ്കിൽ അത് ആ വകുപ്പിന്റെ തീരുമാനമാണെങ്കിൽ കൂടി അത് എഫക്ട് ചെയ്യുന്നത് എക്സൈസ് വകുപ്പിനാണ്. അങ്ങനെയെങ്കിൽ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ VD സതീശൻ തയ്യാറാകുമോ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. റോഷ്നി, യെസ്, അതാണ് മുൻപ് പറഞ്ഞ വാക്കുകളാണ് തിരുത്തി മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പോൾ നയപരമായ അത്തരം കാര്യങ്ങളിൽ വന്നിട്ടുള്ള മാറ്റം, അതിലിപ്പോൾ അതൃപ്തി പരസ്യമായ സാഹചര്യത്തിൽ VD സതീശൻ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറുമോ? VD സതീശനെ പാർട്ടി തിരുത്തുമോ? ഇതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അടുത്ത മണിക്കൂറുകളിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയുകയും ചെയ്യാം.